നേരം വെളുക്കാറായി. ചുറ്റും ഇരുട്ടാണ്. ബാങ്ക് കൊടുക്കാനാവുന്നുള്ളൂ. അമ്മ ഇന്നലെ ഇഡലിമാവ് അരച്ചു വെച്ചിട്ടുണ്ട്. ഇഡലിപ്പാത്രം കഴുകി അടുപ്പത്ത് വെച്ചു. ഇഡലിമാവ് ഒന്ന് ഇളക്കി വെച്ചു. അപ്പോഴേക്കും വെള്ളം തിളച്ചു തുടങ്ങി. ഇഡലിപ്പാത്രം വെച്ച് മാവ് ഒഴിച്ച് അടച്ചു വെച്ചു. പുലർച്ചെ പലതരം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ ശബ്ദങ്ങളൊക്കെ ഈ സമയത്തേ കേൾക്കൂ. അത്രയ്ക്ക് നിശബ്ദമാണ് പ്രകൃതി. ആദ്യം ഒഴിച്ച ഇഡലികൾ പാത്രത്തിലേക്ക് മാറ്റി. അടുത്തത് ഒഴിച്ച് ഞാൻ സാമ്പാറിന് വേണ്ട പച്ചക്കറികൾ അരിഞ്ഞു. ഒരു തട്ടിക്കൂട്ടൽ സാമ്പാറാണ്. തേങ്ങ അരക്കാത്ത സാമ്പാറായതുകൊണ്ട് ഒരുപാട് കഷ്ണങ്ങളുമില്ല. മുരിങ്ങാക്കായും തക്കാളിയും വെണ്ടയും കിഴങ്ങും അത്രയേ ഉള്ളൂ. തേങ്ങ അരക്കാത്തോണ്ട് പരിപ്പും ഇടുന്നുണ്ട്. ഒരു കുറുകലിന് വെണ്ട എണ്ണയിലൊന്ന് വറുത്ത് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുത്ത് പരിപ്പും കഷ്ണങ്ങളും ചെറിയൊരു കഷ്ണം കായത്തിന്റെ പൊട്ടും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തു. പുളി ഒഴിക്കുന്നില്ലേ? ഇഡലിക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പുളി ഒഴിക്കാറില്ല. ഇഡലിക്ക് പുളിയുണ്ടാകും, പിന്നെ തക്കാളിയുടെ പുളിയും എല്ലാം കൂടെ ആകെ പുളിയാകും. കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ചൊഴിച്ചു. സാമ്പാറും റെഡിയായി. മക്കളെ സ്കൂളിൽ വിട്ട് ഞാനും അമ്മയും ചായ കുടിച്ചു. ശുഭം.